നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 521 521. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 521. കഴിഞ്ഞ എപ്പിസോഡിൽ ലീലാകാണ്ഡത്തിലെ 13-ാം സർഗം, അതിൽ അവസാനത്തെ ശ്ലോകം ഹെഡിങ് അവതാരോത്സവം നന്ദഗോപരുടെ മധുരായാത്ര. അതിൽ അവസാനത്തെ ശ്ലോകം നമ്പർ 31. സുഹൃതകമിതുമട്ടുരച്ച് സകുതുകം ഇതുമട്ടുരച്ച് നല്ലോർമ്മ കുടമഹാമണിയായ നന്ദഗോപൻ മുകളികതര ഈശപാദമൂർത്തേ നികുതിയടപ്പതിനായി ഇറങ്ങി വേഗം. മധുരയ്ക്ക് കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നികുതി കൊടുക്കാനായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് 14-ാം സർഗം നന്ദവസുദേവ സംഭാഷണം. അതെന്താ? ഒന്നാമത്തെ ശ്ലോകം പറയണു. ഭക്താവതം സമാം നന്ദൻ കംസന്നുകരമേകുവാൻ അണഞ്ഞ വാർത്ത കേട്ടുള്ളിൽ ആനന്ദിച്ചു യദൂത്തമൻ. ആരാ യദൂത്തമൻ? ആരാ? വസുദേവര്. അപ്പോൾ ഭക്താപദം സമാം, ആ വാക്ക് ഒരു ഒന്നൊന്നര വാക്കാണ്. ഭക്താപദം സമാം ഹംസാണ്. ഭക്തന്മാരിൽ ഹംസൻ, ഹംസപദം, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിവേകത്തോടുകൂടി അധർമ്മങ്ങളെ വേർതിരിച്ചറിയാനും ധർമ്മത്തിൽ ചരിക്കാനും അധർമ്മത്തിൽ മനസ്സ് പോവാതെ കണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. അവരേനെയാണ് ഭാഗവത ഹംസന്മാരെന്ന് പറയാം. അപ്പോൾ ഭാഗവതം സമാം നന്ദൻ കംസന്നുകരമേകുവാൻ അണഞ്ഞ വാർത്ത എത്തിയിട്ടുണ്ട് എന്നുള്ള വർത്തമാനം കേട്ട് ഉള്ളിൽ ആനന്ദിച്ചു യദൂത്തമൻ. പറയണു രണ്ടാമത്തെ ശ്ലോകം. കുഞ്ഞിൻ്റെ വിവരം കേൾപ്പാനാപത്തിനോർമ്മയേകുവാൻ. കുഞ്ഞിൻ്റെ വിവരം കേൾപ്പാൻ അവിടെ കൊണ്ടേ കടത്തിയിട്ടുണ്ടല്ലോ 7-8 ദിവസം മുമ്പേ. ആ കുട്ടിയുടെ എന്താണെന്നാ പറയുക, സൗഖ്യം അറിയാം. കുഞ്ഞിൻ്റെ വിവരം കേൾപ്പാൻ ആപത്തിനോർമ്മയേകുവാൻ. എപ്പോഴും ഒരു കോഷൻ വേണം, ആപത്തുകൾ ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു വാണിംഗ് കൊടുക്കും വേണം, കോഷൻ ചെയ്യും വേണം. ആഘോഷങ്ങൾ ചുരുക്കിപ്പാനുള്ളിലോർത്തു മഹാമതി. അദ്ദേഹത്തിന് കുട്ടിയുണ്ടായിട്ടുള്ള ഔത്സുക്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വളരെയധികം ആർഭാടങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇനി മേലിൽ അങ്ങനത്തെ ആർഭാടങ്ങളൊന്നും വേണ്ട. കംസൻ്റെ എന്താ പറയുക, ചാരന്മാരുടെയും ദൃഷ്ടി പതിക്കാതെ കണ്ടിരിക്കാൻ, ആ കുഞ്ഞിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആഘോഷങ്ങൾ ചുരുക്കിപ്പാനുള്ളിലോർത്തു മഹാമതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾക്ക് വളരെ അപ്റ്റാണ്. നമ്മൾ ഓരോരുത്തരും ദൈനംദിന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? കൂടുതൽ ആർഭാടം കാണിക്കാൻ പാടില്ല. ഭക്തിരസം ആവാം, ആ ഭക്തിരസത്തിൽ ആർഭാടം പാടില്ല. ഇപ്പോൾ സപ്താഹം നടത്താം, പക്ഷേ സപ്താഹത്തിൽ രുക്മിണി സ്വയംവരത്തിന് ഒരു 5000 ഉറുപ്പിക പടക്കം, അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് ഈശ്വരനെ അനുമോദിക്കുക, ഈശ്വരനെ അനുകരിക്കാതെ കണ്ടിരിക്കുക. അപ്പോൾ ഭാഗവതത്തിൽ ശ്രദ്ധിക്കുക. കൂടുതൽ കാശുണ്ടെങ്കിൽ കുറച്ച് ഭാഗവത ഗ്രന്ഥം വാങ്ങിയിട്ട് ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓരോ ഗ്രന്ഥം വാങ്ങി കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് സഹസ്രനാമത്തിൻ്റെ വലിയ അക്ഷരങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം, ഗണേശ സഹസ്രനാമം, അങ്ങനെ പലതുമുണ്ട്, വാങ്ങിക്കൊടുക്കുക. അവരെ കൊണ്ട് വായിപ്പിക്കുക. അതൊക്കെയാണ് ഭക്തിവർദ്ധനത്തിന് വേണ്ടി ചെയ്യേണ്ടത്.
അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്നാമത്തെ ശ്ലോകം, കംസനെ കണ്ടുടൻ തന്നെ മടങ്ങും ഗോകുലാധിപൻ കൈകൂപ്പി വരവും നോക്കി നിൽക്കും പ്രിയ സുഹൃത്തിനെ. വസുദേവർക്ക് ഒന്നിലും ക്ഷമയില്ലാണ്ടേ. എന്താ കാരണം? കംസനെ കണ്ട ഉടൻ തന്നെ മടങ്ങും ഗോകുലാധിപൻ, നന്ദഗോപുരം മടങ്ങും, കൈകൂപ്പി വരവും നോക്കി നിൽക്കും പ്രിയ സുഹൃത്തിനെ. പെട്ടെന്നു കാൺകയാൽ ഉള്ളിൽ തിങ്ങും സന്തോഷവായ്പിനാൽ കോലായിൽ കയറി കെട്ടിപ്പിടിച്ചാൻ പ്രായമേറിയോൻ. പെട്ടെന്ന് കാണുകയാൽ ഉടനെ അവിടെ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലെത്തി. പെട്ടെന്നു കാണുകയാൽ ഉള്ളിൽ തിങ്ങും സന്തോഷവായ്പിനാൽ, പാല് തിളച്ച് തികട്ടി വരിക എന്ന് പറയും, അല്ലെങ്കിൽ ആഹാരം കഴിച്ചത് തികട്ടി വരിക എന്ന് പറയും, വായുവിനോട് കൂടിയിട്ട്. അത് കോലായിൽ കയറി കെട്ടിപ്പിടിച്ചാൻ പ്രായമേറിയോൻ. അകത്തു ചെന്ന് ഒരേ ഹംസധൂളി മെത്തയിൽ നിർഭയം ഇരുന്നാരുടനെ തന്നെ ചോദിച്ചാൻ യദുപുങ്കവൻ. അകത്ത് ഒരു കട്ടിലിൽ പോയി ഇരുന്നു, രണ്ടാളും കൈ പിടിച്ച് കൊണ്ടുപോയി ഇരുത്തി. ഉടനെ ചോദിച്ചു. ആര് ചോദിച്ചു? വസുദേവര് നന്ദഗോപുരോട് ചോദിക്കുന്നു. മുകിൽ വർണ്ണനിലുള്ളാകെ മുങ്ങി നിൽക്കും മഹാശയൻ, അഞ്ചാറുണ്ണികൾ പോയ ദുഃഖമാകെ മറന്നവൻ. അപ്പോൾ ഈ വസുദേവരാരാ? 5-6 കുട്ടികൾ പ്രസവിച്ച് നോക്കാൻ കിട്ടാതെ കണ്ട് കംസൻ വട്ടപ്പാറയിൽ അടിച്ച് കൊന്നിട്ടുണ്ട്. ആ ദുഃഖത്തിനെയൊക്കെ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദുഃഖങ്ങളുണ്ടെങ്കിൽ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. എൻ്റെ ഹൃദയത്തിൽ സന്താപങ്ങൾ ഉണ്ടായാൽ അവിടെ ഈശ്വരീയത വികസിക്കില്ല. എൻ്റെന്നല്ല, എല്ലാവരുടെയും. അപ്പം ഞാൻ ശുഷ്കാന്തിയോടുകൂടി നിങ്ങളിൽ ഓരോരുത്തരോടും, എൻ്റെ സഹോദരി സഹോദരന്മാരെ പ്രായവ്യത്യാസം ഇല്ലാണ്ട്, അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അവരവരുടെ വ്യക്തിഗതമായിട്ടുള്ള സന്താപങ്ങൾക്ക് പെർമനൻ്റ് ലീവ് കൊടുക്കാൻ സാധിക്കണം. എന്നെ ഭരിക്കാൻ വരണ്ട. മനസ്സിനോട് പറഞ്ഞ ബുദ്ധിക്ക് ഇരുന്നോളൂ. ഹേ മനസ്സേ, തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിറ്റാച്ച്മെൻറ്റ് ഇൻ അറ്റാച്ച്മെൻറ്റ്. ഭഗവാനോടുള്ള അറ്റാച്ച്മെൻറ്റിൽ മനസ്സെ നിന്നെ ഞാൻ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിൻ്റെ സ്ഥാനം ഭഗവാന്റെ പാതാരവിന്ദത്തിലാണ്. നീ എന്നെ ഭരിക്കാൻ വേണ്ട, ഭഗവാൻ എന്നെ ഭരിക്കുന്നുണ്ട്. സദ്ബുദ്ധി ഒരു ആനത്തോട്ടി പോലെ മനസ്സിനെ അടക്കി നിർത്താൻ സാധിക്കണം. എന്നാൽ എന്താ സുഖം എന്ന് ചോദിച്ചാൽ, മുകിൽ വർണ്ണനിലുള്ളാകെ മുങ്ങി നിൽക്കും മഹാശയൻ. കൃഷ്ണപ്രേമ ഭക്തിയിൽ മുങ്ങി നിൽക്കുകയാണ് തൻ്റെ മകൻ്റെ. 5-6 ഉണ്ണികൾ പോയ ദുഃഖമാകെ മറന്നവൻ നിഷ്ഠയിലും മറ്റും മുങ്ങി നിന്ന് ഉത്തരോത്തരം പടിപടിയായിട്ട് ധ്യാനത്തിലിരുന്ന് ഭഗവാനെ ധ്യാനനിരതനായിരിക്കുക. ഭഗവാനിൽ ധ്യാനനിരതനായിരുന്നിട്ട് ഉത്തരോത്തരം വളരെയധികം ശ്രേഷ്ഠമായ രീതിയിൽ അങ്ങനെ പറയണം. ഓരോ ദിവസം ചെല്ലും തോറും അദ്ദേഹം ഈ ഭക്താവതാംസം എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ, അതിനേക്കാൾ മേലെ പോവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉയർന്ന് മിന്നിടുന്നില്ലയോ ധന്യജീവിതം. അപ്പോൾ ധ്യാനനിഷ്ഠയിലും മറ്റും മുങ്ങി നിന്ന് ഉത്തരോത്തരം ഉയർന്നു മിന്നിടുന്നില്ലയോ ധന്യജീവിതം. ജീവിതം ധന്യമാവണമെങ്കിൽ ഈശ്വരനെ ധ്യാനിച്ച് ജീവൻ മുക്താവസ്ഥ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയെ പ്രാപിക്കുക. ഒന്നിലും താല്പര്യമില്ലാതെ കണ്ട് ഭഗവത് പാതാരവിന്ദത്തിൽ മനസ്സ് ഉറച്ചൊരു വ്യക്തി, സ്ഥിതപ്രജ്ഞ. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടേക്കൊരു സന്താനമുണ്ടായ ശുഭവാർത്ത ഞാൻ അറിഞ്ഞേൻ, ഈശ്വരൻ നൽകും അനുഗ്രഹവിശേഷമാം. നന്ദഗോപരെ, അങ്ങയ്ക്ക് അടുത്ത കാലത്തൊരു ഉണ്ണി ഉണ്ടായി എന്ന് ഞാൻ കേട്ടു. അത് ഈശ്വരൻ്റെ വരദാനാണ്, അനുഭവിച്ചോളൂ എന്ന്. താൻ തൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടേ കിടത്തി അവിടുത്തെ മായാവിലാസിനിയായിട്ടുള്ള ഭഗവതീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ ഇപ്പോൾ ആർക്ക് മാത്രമേ അറിയുള്ളൂ?
വസുദേവർക്കറിയാം, കഥ വായിക്കണം നമുക്കും അറിയാം. ആർക്കറിയില്ല? നന്ദഗോപർക്കറിയില്ല ഇത് എൻ്റെ കുട്ടിയല്ല. അതാണ് ആ അനുമോദനത്തിനൊരു ഒന്നൊന്നര ഘനമുണ്ട്. അവിടേക്കൊരു സന്താനമുണ്ടായ ശുഭവാർത്ത ഞാൻ അറിഞ്ഞേൻ, ഈശ്വരൻ നൽകും അനുഗ്രഹ വിശേഷമാം സന്തോഷം ഇതെനിക്കുണ്ടായതേ മാതിരി തന്നെയാം ഈ വിധം ജ്യേഷ്ഠനെ കാണാൻ സാധിച്ചുള്ളതു ഭാഗ്യമായി. അപ്പോൾ അങ്ങേ കാണാൻ സാധിക്കുക എന്നുള്ളത് അതിലേറെ സന്തോഷമായി. കുട്ടിയുണ്ടായി എന്നുള്ളൊരു സന്തോഷം, അങ്ങനെ കാണാൻ സാധിച്ചു എന്ന്, അതായത് നന്ദഗോപർക്ക് വസുദേവരെ കാണാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം വേറെ. പല കാര്യങ്ങളാൽ അങ്ങിങ്ങ് അലയുന്ന ജനങ്ങളിൽ. അപ്പോൾ ഞാനവിടെ എഴുതി വെച്ച അന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അലിയാണ്. ഇന്നും അതന്നെ സ്ഥിതി. ഭാഗവതം പഠിച്ചിട്ടും ആൾക്കാർ അലയാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ആർക്കാ മോശം? ഭാഗവതത്തിനല്ല മോശം, അലയുന്നവർക്ക്. അലയരുത്. സ്ഥിതപ്രജ്ഞ തന്നിലുള്ള ഈ ബ്രഹ്മത്തിനെ മാനിച്ചുകൊണ്ട് അവരവർ ചെറ്റക്കുടിലായാലും മണിമാളികയിലാണെങ്കിലും ഇത് രണ്ടും താൽക്കാലികമാണ്. നമ്മുടെ മനസ്സ് വൈകുണ്ടായാൽ മതി. വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരു കൂട്ടി അതിൽ ഭഗവാൻ ആശ്രിതവത്സലൻ കൃപാകടാക്ഷം ചൊരിഞ്ഞുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കണ്ണടച്ച് ചോദിക്കണം, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. മനസാക്ഷിയുള്ളവരങ്ങനെ ചെയ്യേണ്ടത്. കണ്ണടച്ച് ധ്യാനത്തിലിരുന്നാൽ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടാതെ കണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സന്തോഷം ഇതെനിക്കുണ്ടായതേ മാതിരി തന്നെയാം ഈ വിധം ജ്യേഷ്ഠനെ കാണാൻ സാധിച്ചുള്ളതു ഭാഗ്യമായി. പല കാര്യങ്ങളാൽ അങ്ങിങ്ങ് അലയുന്ന ജനങ്ങളിൽ ആത്മാർത്ഥ സ്നേഹമുള്ളവരെ കണ്ടുകെട്ടുക ദുർലഭം. ഇവിടെയാണ് കുറേ ആൾക്കാർ എന്നെ ചേട്ടാന്നോ അച്ചാന്നോ അനിയാന്നോ വിളിച്ചതുകൊണ്ടായില്ല. അത് ഹൃദയത്തിൽ തൊടണം. അതെങ്ങനെയാണ്? ആർദ്രതയോട് കൂടിയിട്ടുള്ള വിളികൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, പല ആത്മാർത്ഥ സ്നേഹമുള്ളവരെ കണ്ടുകെട്ടുക ദുർലഭം. ഭാഗവതം പറയണു. ഇതാണ് അന്നത്തെ അവസ്ഥ. ശ്രീകൃഷ്ണാവതാരം നടന്ന സമയത്തും ഈ പ്രശ്നങ്ങളുണ്ട്. രാമായണ കാലത്തും വേദഹിതത്തിനെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആര് രാമനെ മനസ്സിൽ വയ്ക്കണോ അവൻ രാമൻ്റെ അയനത്തിൽ സന്തോഷിക്കണം. അപ്പോൾ ഏത് യുഗത്തിലാണെങ്കിലും ആസുരീയ സമ്പത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ മതി? സജ്ജന സംസർഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഇരിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും ശരി, കുറച്ച് സജ്ജനങ്ങൾ ഉണ്ടാവാത്ത സ്ഥലം ഉണ്ടാവില്ല. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നമ്മൾ സജ്ജനങ്ങൾ വേണമെന്ന് തോന്നാൻ തുടങ്ങിയാൽ മതി. സജ്ജനങ്ങൾ വന്ന് കയറി. അപ്പോൾ മുല്ലപ്പൂമ്പണം ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഒരു പ്രമാണം പറയും. മുല്ലപ്പൂവ് കരിങ്കൽ പടിയിലാണ് കിടക്കണത് വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ കരിങ്കൽ പടിക്കും മുല്ലപ്പൂവിന് മണമുണ്ടാവും. അതേമാതിരിയാണ് സജ്ജന സംസർഗം കൊണ്ട്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഓം വിഷ്ണുവേ നമ, ഒന്നും വേണ്ട, നാരായണ നാരായണ നാരായണ, അച്യുതാനന്ദ ഗോവിന്ദ ഹരേ മുകുന്ദ, ഇങ്ങനെ എന്തൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ അവരവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽ തന്നെ അവിടെ വൈകുണ്ഠായി. ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ എങ്ങനെയാണ് സദാസമയവും സന്താപങ്ങളെ ഒഴിവാക്കി സന്തോഷഭരിതനായിട്ടിരിക്കണമെന്ന് ചോദിച്ചാൽ ഈ നാമസ്മരണയാണ്. ഞാനും പച്ചയായിട്ടൊരു മനുഷ്യനാണ്. പക്ഷേ എന്നെ ദുഃഖങ്ങൾ വരട്ടാൻ വന്നാൽ പോയി പണി നോക്കാൻ പറയും ഞാൻ. അങ്ങനെയാണ്. അപ്പോൾ അത്
പ്രമാണങ്ങളുടെ മാധ്യമത്തിൽ കൂടി സനാതനധർമ്മത്തിലുള്ള ശാസ്ത്രോക്തമായ കാര്യങ്ങളെ അവലംബിച്ചിരുന്നാൽ ശാസ്ത്രം നമ്മളെ ചതിക്കില്ല. ചങ്ങാതിമാർ ചിലപ്പോൾ ചതിച്ചു എന്ന് വരും, ഫ്രണ്ട്സ് ചിലപ്പോൾ ചതിച്ചു എന്ന് വരും, കുടുംബാംഗങ്ങൾ നമ്മളെ ചവിട്ടി തേച്ചു എന്ന് വരും. ശാസ്ത്രം നമ്മളെ ചവിട്ടി തേക്കില്ല. ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ശാസ്ത്രമാണ് വേദം, വേദമാണ് ദേവഹിതം. വേദം എന്നുള്ളത് തിരിച്ചിട്ടാൽ ദേവനായി, മന എന്നുള്ളത് തിരിച്ചിട്ടാൽ നമ ആയി. മനസ്സിനെ നമിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് ആനന്ദഭരിതനാവും. നേരെ മറിച്ച് അസൂയാലുക്കളായിട്ട് ജീവിതം തുടങ്ങിയാൽ മനസ്സ് ഒരിക്കലും നമിക്കില്ല, അതൊരു പൊല്ലാപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ആത്മാർത്ഥ സ്നേഹമുള്ളോരെ കണ്ടു കെട്ടുക ദുർലഭം, മുമ്പിൽ ചിരിച്ചുകൊണ്ടോരോ മുഖസ്തുതികൾ ചൊൽകിയും മറവിൽ, അതായത് പിന്നിൽ മറവിൽ ദോഷമോ തേടുന്നവരാം മിക്ക പേരുകളും. അനവധി പേര്, മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്. മുഖത്ത് നോക്കി നല്ലത് പറയും, മറവിൽ ഇരുന്ന് നമ്മളിൽ അസൂയ പൂണ്ട് നമ്മൾക്കില്ലാത്ത ദോഷങ്ങൾ വേറെ ഉണ്ടാവില്ല അവർക്ക്. ഗോകുലത്തിങ്കലെങ്ങെങ്ങും വിശുദ്ധ ജലമല്ലയോ. അപ്പോൾ ചോദിക്കുകയാണ്, കഥ മാറ്റി, അതായത് തൻ്റെ മനസ്സിലുള്ള വൈക്ലഭ്യങ്ങൾ മാറ്റി കൃഷ്ണന് സുഖമല്ലേ എന്ന് എങ്ങനെ ചോദിക്കുക? നേരിട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഗോകുലത്തിങ്കലെങ്ങെങ്ങും വിശുദ്ധ ജലമല്ലയോ. വിശുദ്ധ ജലം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ ആ ജലം കുടിക്കുമ്പോൾ, ആ ജലത്തിൽ കുളിക്കുമ്പോൾ ആന്തരികമായും ബാഹ്യമായിട്ടുള്ളതും സംശുദ്ധ അവസ്ഥ വരും. ഈ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുക എന്ന് പറയും. കുളത്തിലോ പുഴയിലോ തോട്ടിലോ പോയി കുളിക്കുക, അമ്പലത്തിൽ പോയി തൊഴുക, സോപാനത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം കുടിക്കുക. ഒരിക്കലും ഓവ് കൂടെ വരുന്ന തീർത്ഥം കഴിക്കരുത്, അത് അബദ്ധമാണ്. അതിപ്പോൾ ഗുരുവായൂരൊക്കെ ആൾക്കാരിങ്ങനെ എന്താണെന്നാ പറയുക, ആ ഓവിൽ തോണ്ടി വെള്ളം വരുത്തുവർ, അത് അപകടമാണ്. അത് മലിനവെള്ളം തന്നെയാണ്. അതിന് കുംഭോധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭൂതമാണ് അത് വാങ്ങി കുടിക്കണത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് അറിവില്ല എന്നുള്ളതാണ് സത്യം. ഞാനൊരു പുസ്തകപ്പുഴു, ഈ ഒരു കാര്യത്തിൽ പുസ്തകപ്പുഴു ആവ് കാരണം ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ പഠിക്കണ സമയത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം ഞാൻ അച്ഛൻ്റെ ഒപ്പം പാട്ടം പിരിക്കാൻ പോകും. അപ്പോൾ എനിക്ക് ഞാൻ 8ാം ക്ലാസ് തോറ്റു, 10ാം ക്ലാസ് തോറ്റു. പക്ഷെ അതാണ് എൻ്റെ വിജയം. അന്നൊക്കെ ഞാൻ പാസ്സായിട്ട് വലിയ ഡിസ്റ്റിങ്ഷനോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പരമപാവനമായിട്ടുള്ളത് ഭക്തിമാർഗ്ഗമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ എന്നെ അതിൽ ഡിറ്റാച്ച് ചെയ്യാണ്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പറയണു, പൈക്കൾക്ക് മേയുവാൻ വേണ്ടം ഇടം ധാരാളമില്ലയോ. ആദ്യം ചോദിച്ചു ഗോകുലത്തിൽ ധാരാളം ശുദ്ധജലമില്ലേ. പിന്നെ ചോദിച്ചു പൈക്കൾക്ക് മേയുവാൻ വേണ്ടും ഇടം ധാരാളമില്ലയോ. അമ്മയോടൊപ്പം ഇവിടം മേവുമെൻ കുഞ്ഞിനെങ്ങിനെ സുഖം ഞാനല്ലയോ ജ്യേഷ്ഠൻ അച്ഛനെന്നോർത്തിയിടാമവൻ. വസുദേവരൊരു വെടി പൊട്ടിച്ചു. എന്താ വെടി? പ്രായം കൊണ്ട് ഞാനാണ് വലുത്, അങ്ങ് 1.5 വയസ്സിന് താഴെയാണ്. അപ്പോൾ അങ്ങേക്കൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ അയാളുടെ വല്യച്ഛനാണ്. അപ്പോൾ എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടമൊന്നുമില്ല, അയാൾക്ക് എന്നെ അച്ഛാന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ തനിക്കുണ്ടായ കുട്ടി എനിക്കും പ്രേമഭാജനമാണെന്ന് വരുത്തി തീർക്കുകയാണ്. അമ്മയോടൊപ്പം അവിടം മേവുമെൻ കുഞ്ഞനെങ്ങിനെ സുഖം താനല്ലയോ. അല്ലെങ്കിൽ അതിന് വേറൊരു ട്രൂത്തുണ്ട്, സത്യമുണ്ട്. എന്താ? ഞാൻ അപകടപ്പെട്ടു പോയ സമയത്ത് എൻ്റെ ഒരു ഭാര്യ രോഹിണി ദേവീനെ ഞാൻ അങ്ങയിൽ ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അവൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആര്? രാമൻ. അത് പേര് പറഞ്ഞിട്ടില്ല, പേരായിട്ടില്ല. അപ്പോൾ അമ്മയോടൊപ്പം ഇവിടം മേവുമെൻ കുഞ്ഞിനെങ്ങിനെ സുഖം തന്നെയല്ലയോ ജ്യേഷ്ഠൻ അച്ഛനെന്നോർത്തിടാമവൻ. വേണ്ടുന്നോർകളെ വിട്ടുള്ള ജീവിതം ദുഃഖമെങ്കിലും നമ്മൾ സഹിക്കാണ്ട് പറ്റില്ല എന്നർത്ഥം.
എല്ലാവർക്കും സ്വജനപക്ഷപാതത്തിനനുസരിച്ച് ദുഃഖിക്കാനുള്ള വകയുണ്ട്. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, കുട്ടികൾ മരിച്ചിട്ടുണ്ടാവാം. അതൊക്കെ സാർവത്രികമാണ്, നമുക്ക് മാത്രമല്ല. അപ്പോൾ വേണ്ടുന്നോർകളെ വിട്ടുള്ള ജീവിതം ദുഃഖമെങ്കിലും ഗോകുലത്തിങ്കൽ എന്നുണ്ണി വാഴ്വതോർത്താശ്വസിപ്പൂ ഞാൻ. അരെ, രോഹിണിക്ക് ഒരു പുത്രൻ ഉണ്ടായിട്ടവൻ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഓരോരോ തരം സമ്മർദ്ദം ഈ വിധം സർവേശ്വരങ്കലക്കെന്നെയുന്തി തള്ളുന്നു മേൽക്കുമേൽ. അപ്പം ഞാനവിടെ ഇത് വായിച്ച സമയത്ത് എൻ്റെ ചെറിയൊരു ഇംഗ്ലീഷിലെ ഒരു ടിപ്പ് എഴുതിയിട്ടുണ്ട്. വാട്ട് എ വിഷ്വലൈസേഷൻ. കഴിഞ്ഞ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഏറെക്കുറെ വരാൻ പോകുന്ന കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഈശ്വരൻ സദ്ബുദ്ധി നമുക്ക് തന്നിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഓരോരോ തരം സമ്മർദ്ദം ഈ വിധം സർവേശ്വരങ്കലക്കെന്നെ ഉന്തി തന്നുള്ളൂ മേൽക്കുമേൽ. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ പ്രമാണമായിട്ട് എടുക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ അവരവരുടെ ചെയ്തികളെ പ്രവർത്തികളിൽ നിന്ന് ഉണ്ടാവുന്ന അലോരസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. കാരണം എന്താ, നമ്മളെ ഓരോരുത്തരെയും ഭക്തിമാർഗത്തിലേക്ക് എത്തിപ്പിക്കുന്നത് അലോരസങ്ങളാണ്. അതുകൊണ്ടാണ് കുന്തി ദേവി ഭഗവാനോട് പറയുന്നുണ്ട്, കൃഷ്ണ, അങ്ങ് എനിക്ക് അനവരതം എണ്ണധാര പോലെ ദുഃഖങ്ങൾ തരും. എന്താ അച്ഛൻ പെങ്ങളെ എങ്ങനെ പറഞ്ഞത് ചോദിച്ചു അദ്ദേഹം. അല്ല, എനിക്ക് എപ്പൊക്കെ ദുഃഖം ഉണ്ടാവുന്നുണ്ടോ അപ്പൊക്കെ ഞാൻ കൃഷ്ണ എന്ന് വിളിക്കും. അപ്പൊക്കെ അങ്ങ് വന്ന് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങളെ ഒക്കെ അങ്ങ് ഒരു പോറലേൽക്കാതെ കണ്ട് കാറ്റത്ത് അണയാൻ വെമ്പുന്ന വിളക്കിനെ കൈകളെ കൊണ്ട് എങ്ങനെ മറച്ചു പിടിക്കണം, അത്ര വാത്സല്യമായിട്ട് അങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ ബുദ്ധിമുട്ട്? അതാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോരോ തരം സമ്മർദ്ദം ഈ വിധം സർവേശ്വരങ്കലക്കെന്നെ ഉന്തി തള്ളുന്നു മേൽക്കുമേൽ. കഷായം പോലെ അവിടുന്നേകും ഈ ദുഃഖമൊക്കെയും പാപം പോക്കും തപസ്സായിട്ടെണ്ണി മോദിക്കയാണു ഞാൻ. അപ്പോൾ വിപരീത ജീവിത ഫലങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ ആ നെഗറ്റിവിറ്റീനെ എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റണം എന്ന് ഭാഗവതം നമ്മൾ ഉപദേശിക്കണം. ഇതിനാണ് നമ്മൾ ഓരോ ശ്ലോകങ്ങൾ എണ്ണി എണ്ണി എടുത്ത് പഠിക്കണം. അപ്പം ഞാനതാണ് ചെയ്യണത്. ഞാൻ എന്നോ പഠിച്ചു പോരാ, ശിഷ്ടകാലം ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല. ടി വി നോക്കിയിരുന്നാൽ എനിക്കും സമയം പോകും, അത് വേണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ, ഈ പഠിച്ചത് തന്നെ ഞാൻ വീണ്ടും പഠിക്കണം. അതുകൊണ്ടാണ് എനിക്ക് കുറേ കൂടി സൗമനസ്യം ഉണ്ടാവണത്. എന്താ സൗമനസ്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ ഒന്നിനും പ്രതികരിക്കില്ല. അതന്നെ ആര് എന്നെ എനിക്കെതിരായിട്ട് പറഞ്ഞാലും, അല്ലെങ്കിൽ അങ്ങനെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു 4.5 വർഷമായിട്ട് കാലത്ത് പുരാണപാരായണ സമർപ്പണം PA സിസ്റ്റം വെച്ചിട്ട് ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 10-12 ദിവസം മുമ്പേ ഒരു മഹാനുഭാവൻ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, സാറേ, എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ എടുത്ത് വയ്ക്കാനും വായിക്കാനും പഠിക്കാനൊന്നും സമയം, ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ തമാശ. സ്കൂൾ തുറന്നിട്ട് 1-2 ദിവസമായിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ തീയതി 17 ആയിട്ടുള്ളൂ, ഒരു 15 ദിവസം മുമ്പേ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു തകരാറ് ഇനി ഉണ്ടാവില്ല, PA സിസ്റ്റം ഞാൻ ഉപയോഗിക്കണില്ല, പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ശബ്ദം കമ്മിയാക്കിയാൽ മതി. അപ്പോൾ ഈ PA സിസ്റ്റത്തിൽ ഒരു മിനിമം വോയിസ് സൗണ്ട് ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശബ്ദമായിട്ട് മാറും, കിളികളുടെ ശബ്ദമായിട്ട് മാറും. അത് ആ പാവത്തിന് അറിയില്ല, എനിക്കറിയാതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേണ്ട, എന്നാലും ഞാൻ വായന നടത്തി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണ് കേട് വന്നു, ഫോണ് മാറ്റി. അപ്പോൾ ഞാൻ ഇന്നലെ ലൈവ് തുടങ്ങിയപ്പോൾ എനിക്ക് എഴുതി കാണിച്ചു, 60 ദിവസം യു ഹാവ് ടു വെയിറ്റ്, 60 ദിവസം കഴിഞ്ഞിട്ട് പുതിയ അക്കൗണ്ടുകാർക്ക് ആ പ്രോഗ്രാം ലൈവായിട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാരണം,
കഷായം പോലെ അവിടുന്നേകും ഈ ദുഃഖമൊക്കെയും ആര് ഭഗവാനേകുന്ന ദുഃഖമൊക്കെയും പാപം പോക്കും തപസ്സായിട്ട് എണ്ണി മോദിക്കുകയാണു ഞാൻ. അപ്പോൾ കഷായം എൻ്റെ ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടം വരാതെ കണ്ട് സൂക്ഷിക്കാനുള്ളതാണ്. അതൊരു ദിവ്യ ഔഷധമാണ്. സാക്ഷാൽ ധന്വന്തരിമൂർത്തിയുടെ വരദാനമാണ്. ഇത് ഞാൻ സേവിച്ചാൽ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ആപത്തുകളെ എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഈ കഷായത്തിനൊരു മേൽപ്പൊടി പറയും. അതെ, അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ കഷായം കഴിക്കുമ്പോൾ ശർക്കര കഷ്ണം കയ്യിൽ വയ്ക്കും പാരൻസ്. ഈ ശർക്കര കാണിച്ചിട്ട് ആണ് കഷായം തരിക. അപ്പോൾ ആ ശർക്കരയോടുള്ള ആസക്തി കൊണ്ട് കഷായം കുടിക്കും, ഉടനെ ശർക്കര വാങ്ങി തിന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളിനൊക്കെ കഷായത്തോട് ഉപമിക്കുകയാണെങ്കിൽ ഈ ശർക്കര എന്ന് പറഞ്ഞത് എനിക്ക് ഈ 4 അക്ഷരമാണ്, നാരായണ നാരായണ നാരായണ. അപ്പോൾ ഊണിലും ഉറക്കത്തിലും നാമം ജപിക്കാനുള്ള ഒരു എന്താണെന്നാ പറയാം, ഒരു ഇൻഡസ്ട്രിയസ് മൈൻഡ്. ഞാൻ അറിയാതെ കൊണ്ടും ജപിക്കാൻ ജപിക്കുന്നുണ്ടാവും. അപ്പോൾ കഷായം പോലെ അവിടുന്നേകും ഈ ദുഃഖമൊക്കെയും പാപം പോക്കും തപസ്സായിട്ട് എണ്ണി മോദിക്കയാണ് ഞാൻ. ഈ വണ്ണം വസുദേവൻ്റെ വാക്കു കേട്ടു മഹാശയൻ അരുളി നന്ദഗോപാലൻ അകമേറെ അലിഞ്ഞവൻ. അപ്പോൾ നന്ദഗോപർക്ക് മനസ്സിൽ ആർദ്രത വന്നു. ഇങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് ഭഗവാൻ അനവരതം കഷ്ടപ്പാടുകൾ കൊടുക്കണത് എന്തിനാ? പക്ഷെ ഉത്തരം വസുദേവർ പറഞ്ഞു, എന്നെ ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സമാധിയിലേക്ക് കൂടി വഴുതി പോകുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരുണ്ണി ഉണ്ടായ സന്തോഷ വിവരത്തെ ഞാൻ നേരിട്ടു തന്നെ ചൊല്ലേണം, ഇപ്പോൾ കണ്ടതു ഭാഗ്യമായി. അപ്പോൾ അങ്ങ് രോഹിണി പുത്രൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണെന്നാ പറയുക, ആനന്ദചിത്തനാവനുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഉണ്ണി ഉണ്ടായിട്ടുള്ള കാര്യം അങ്ങയെ പറഞ്ഞ് അങ്ങയുടെ അനുഗ്രഹാശസ്സുകൾ വാങ്ങണം എന്നുള്ള ധൃതിയിലാണ് ഞാൻ ഇവിടെ വന്നതെന്നായി. അപ്പോൾ അത് വസുദേവർക്ക് അറിയുള്ളൂ, തൻ്റെ ഉണ്ണിയാണ്, താനാണ് അവിടെ കൊണ്ടേ കിടത്തിയിട്ടുള്ളതെന്നുള്ളത്. അത് പാപം നന്ദഗോപർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രമാണം പറയാറുണ്ട്, കുറച്ച് കാലത്തിന് കുറേ ആൾക്കാരെയും കുറേ കാലത്തിന് കുറച്ച് ആൾക്കാരെയും നമ്മൾക്ക് നുണ പറഞ്ഞു നിർത്താം. അതിന് നുണ പറയാൻ പാടില്ല. എന്തിനാ? വരാൻ പോകുന്ന ആപത്തുകളെ ദൂരീകരിക്കാൻ ഒരു നുണ പറയാമെന്നാ ശാസ്ത്രം. പക്ഷേ അതിൻ്റെ അതാർക്കും ഉപദ്രവം ചെയ്യാത്തതാ. അതാണ് ഈ ഗണികന്മാർക്ക്, വൈദ്യന്മാർക്കൊക്കെ ഒരു ഉപദേശമുണ്ട്, ആസന്ന മൃത്യു പറയാൻ പാടില്ല എന്നാ. ഒരാൾ മരിക്കും എന്നുള്ളത് ഉറപ്പായാൽ കൂടി നാമം ചൊല്ലിക്കോളൂ, മരുന്നൊക്കെ കുറേ കൂടി സൗകര്യത്തോടു കൂടി കൊടുക്കണം കേട്ടോ. ആരും വിട്ടു പോകരുത്. നിങ്ങൾക്ക് കുറേ കൂടി സൂക്ഷ്മത വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുള്ളവർ. അപ്പോൾ എല്ലാറ്റിലും ഇതുണ്ട്. ഒരാൾക്ക് വിഷമമുള്ള സത്യം പറയാൻ പാടില്ല. അത് ഉപദേശ രൂപത്തിൽ നമ്മൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ പറഞ്ഞു, എനിക്കൊരുണ്ണിയുണ്ടായ സന്തോഷം വിവരത്തെ ഞാൻ നേരിട്ട് തന്നെ ചൊല്ലേണം, ഇപ്പോൾ കണ്ടതു ഭാഗ്യമായി. ഞങ്ങൾ തൻ തറവാടിൻ്റെ പുണ്യം മുട്ടിട്ട പോലവേ സർവേശ്വരൻ്റെ കാരുണ്യം ഉടലാർന്നതുപോലവേ. അതന്നെ സത്യം. സർവേശ്വരൻ്റെ കാരുണ്യം ഉടലെടുത്തു പൂണ്ടതാണ് ഏത്? നീലക്കാർ മേഘവർണ്ണൻ അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരുണ്യം, അതായത് സജ്ജനങ്ങൾക്ക് കാരുണ്യം പൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, സജ്ജനങ്ങളോട് കാരുണ്യം പൊഴിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തൻ തറവാടിൻ്റെ പുണ്യം മൊട്ടിയിട്ട പോലവേ സർവേശ്വരൻ്റെ കാരുണ്യം ഉടലാർന്നത് പോലവേ, അതായത് രൂപത്തെ പ്രാപിച്ച പോലെ എത്രയോ കാലം എൻ ഗേഹം ഇരുണ്ടിങ്ങനെ നിൽക്കവേ. നന്ദഗോപുരം പറയാണ്, കുറേ കാലമായിട്ട് എനിക്കൊരു കുഞ്ഞില്ലാത്തത് കാരണം ഒരന്ധകാരത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദീപത്തിന് ശോഭയില്ല. അത് ഭാഗവത മഹാത്മ്യത്തിലെ ആത്മദേവൻ എന്നുള്ള ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മാവിൻ തെയ്യോ പ്ലാപ്പുവിൻ്റെ തെയ്യോ അല്ലെങ്കിൽ തുളസി തെയ്യോ നട്ടാൽ അത് വേര് പിടിക്കില്ല. കാരണം അനപത്യ ദുഃഖം എന്നെ മതിക്കണു. അതാ പറഞ്ഞത്. അപ്പോൾ
എത്രയോ കാലം എൻ ഗേഹം ഇരുണ്ടങ്ങനെ നിൽക്കവേ വിളങ്ങും പൊൻ വിളക്കൊന്നു ദൈവം കത്തിച്ച പോലവേ എല്ലാ ഭാരവും അർപ്പിച്ചു കൃതകൃത്യത നേടുവാൻ മനസ്സിനൊരു വിശ്രാമസ്ഥാനം നൽകി മഹാപ്രഭു. ആ ഒരു ശ്ലോകം എടുത്ത പൊന്താത്തതാ. എല്ലാ ഭാരവും അർപ്പിച്ച് ഈശ്വരപാദാരവിന്ദത്തിൽ അർപ്പിക്കാൻ അസാധ്യമായിട്ടുള്ള ഭാരമില്ല. കാരണം ഈ ലോകം തന്നെ താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്. ലോകത്തിൻ്റെ ഓരോ ചേഷ്ടകളും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അഭികാമ്യമല്ലാത്ത ഭാരം ഈശ്വരപാദാരവിന്ദത്തിൽ ഇറക്കി വയ്ക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ മനസ്സിലിങ്ങനെ പേറി നടക്കരുത്. മനസ്സിൽ പേറി നടക്കുമ്പോൾ സപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുതലുണ്ടാവുന്നത്. ഹാർട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ഹാർട്ടിന് ഭാരം കൊടുക്കുമ്പോൾ. അപ്പോൾ അവരവരുടെ ഹൃദയത്തിൽ സത്താമാത്രനായിട്ട് ഇരിക്കുന്ന ദൈവിക ചൈതന്യം, ആ ദൈവിക ചൈതന്യത്തിനെ ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് ആത്മാർത്ഥമായി ആത്മാവിനെ അന്വേഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആത്മാർത്ഥമായി അന്വേഷിക്കണം. ഞാൻ ആരാണ്? ഞാൻ രാജഗോപാലനല്ല. പിന്നെയോ ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ്, ഞാൻ തത്വമസിയാണ്, ഞാൻ അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന പോലെയാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ നമ്മൾക്ക് അതിന് പടിപടിയായിട്ട് ഉയരാനുള്ള സംവിധാനം ഭഗവാൻ തന്നെ ചെയ്തു തരും. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ ഭാരവും അർപ്പിച്ചു കൃതകൃത്യത നേടുവാൻ മനസ്സിനൊരു വിശ്രാമസ്ഥാനം നൽകി മഹാപ്രഭു. വരുന്നോരൊക്കെയും കണ്ടു സന്തോഷിച്ചുര ചെയ്യുകയാം. എല്ലാവരും എൻ്റെ ന്യൂബോൺ സന്തതിയെ കണ്ടിട്ട് പറയാണ്, വസുദേവരെ ഏട്ടാ, ഈ വണ്ണം ഒരു സൗന്ദര്യം കണ്ടിട്ടില്ലെങ്ങും മൂഴിയിൽ. മന്മഥൻ എന്നാ ഭഗവാന്റെ പേര്. എന്താ മന്മഥൻ? കാമദേവൻ തോറ്റുപോകുന്ന സൗന്ദര്യമാണ് ആർക്ക്? ഭഗവാന്. അതാണ് മന്മഥ എന്ന് ഭാഗവതം പറയും. അപ്പോൾ ഈ വണ്ണം ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല എങ്ങും മൂഴിയിൽ. ഈ ഭൂമിയിൽ ഇത് കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞത് ഞാനല്ല കേട്ടോ പറഞ്ഞത് എന്ന് അദ്ദേഹം. നമുക്ക് അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.